തിളങ്ങുന്ന കണ്ണുകളോടെ ഷംസ് തുടർന്നു. ശരീഅത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പണ്ഡിതർക്ക് ബാഹ്യാർത്ഥമറിയാം. സൂഫികൾക്ക് ആന്തരികാർത്ഥവും വിശുദ്ധർക്ക് ആന്തരികതയ്ക്ക് അകമേയുള്ള ആന്തരികതയും. നാലാമത്തെ തലമാകട്ടെ അത് പ്രവാചകർക്കും ദൈവത്തോട് ഏറെ അടുത്തവർക്കും മാത്രമറിയാവുന്നതാണ്. ശരീഅത്ത് പണ്ഡിതനേക്കാൾ ഖുർആനിൽ അഗാധ പിടിയുള്ളത് ഒരു സാധാരണ സൂഫിക്കാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? പാത്രത്തിൽ വിരലുകൾ തട്ടിക്കൊണ്ട് ജഡ്ജി ചോദിച്ചു. പരിഹാസവും കൗശലവും കലർന്ന ഒരു ചിരി ദർവീഷിന്റെ ചുണ്ടിൽ വിരിഞ്ഞു. പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. സൂക്ഷിച്ചുകൊള്ളുക എന്റെ സുഹൃത്തേ, ജഡ്ജി പറഞ്ഞു. നിങ്ങളുടെ നിലപാട് തറയ്ക്കും തികഞ്ഞ ദൈവനിന്ദയ്ക്കുമിടയിൽ ഒരു നേരിയ വര മാത്രമാണുള്ളത്. ആ വാക്കുകളിൽ ഭീഷണിയുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ദർവീഷ് അത് ശ്രദ്ധിച്ചതായി തോന്നിയില്ല. എന്താണ് ഈ തികഞ്ഞ ദൈവനിന്ദ? അദ്ദേഹം ചോദിച്ചു. എന്നിട്ട് ദീർഘമായി ശ്വാസമെടുത്ത ശേഷം കൂട്ടിച്ചേർത്തു. താങ്കളുടെ ഒരു കഥ പറയാൻ എന്നെ അനുവദിക്കുക. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇതായിരുന്നു. പർവ്വത പ്രദേശങ്ങളിലൂടെ ഒരു ദിവസം മോശ തനിയെ നടക്കുകയായിരുന്നു. അപ്പോൾ ദൂരെയായി ഒരു ആട്ടിടയനെ കണ്ടു. അയാൾ മുട്ടുകുത്തി കൈകൾ ആകാശത്തേക്കു നിവർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. മോശയ്ക്ക് സന്തോഷമായി. അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാളുടെ പ്രാർത്ഥന കേട്ടതോടെ മോശ സ്തബ്ധനായി. എന്റെ സ്നേഹമുള്ള ദൈവമേ, നിനക്കറിയുന്നതിലുമപ്പുറം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ നിനക്കായി എന്തും ചെയ്യും. എന്റെ ആട്ടിൻപറ്റത്തിൽ ഏറ്റവും കൊഴുത്തതിനെ ബലി നൽകാൻ നീ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ അതും ഞാൻ ചെയ്യും. നിനക്ക് പൊരിച്ച ഇറച്ചി ചോറിന്റെ കൂടെ കൂട്ടി നല്ല രുചിയോടെ കഴിക്കുകയും ചെയ്യാം. മോശ കുറച്ചുകൂടി അടുത്തേക്ക് കുനിഞ്ഞു നിന്ന് അയാൾ പറയുന്നത് കാതോർത്തു. അതിനുശേഷം ഞാൻ നിന്റെ പാദങ്ങൾ കഴുകും, ചെവികൾ വൃത്തിയാക്കും, പേനെടുക്കും. അത്രയ്ക്കേറെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ദൈവമേ. ഇതും കൂടി കേട്ടതോടെ മോശ ആട്ടിടയന്റെ പ്രാർത്ഥന തടസ്സപ്പെടുത്തി ഒച്ചയിട്ടു. നിർത്തൂ വിവരം കെട്ട മനുഷ്യ. നീ എന്തു ചെയ്യുന്നുവെന്നാണ് നിന്റെ വിചാരം? ദൈവം ചോറും തിന്നുമെന്നാണോ നിന്റെ വിചാരം? നിനക്ക് കഴുകാനായി ദൈവത്തിന് കാലുകൾ ഉണ്ടെന്നാണോ കരുതുന്നത്? ഇത് പ്രാർത്ഥനയല്ല, തികഞ്ഞ ദൈവനിന്ദയാണ്. ഞെട്ടലും നാണക്കേടും മൂലം ആട്ടിടയൻ മോശയോട് പലവട്ടം മാപ്പപേക്ഷിച്ചു. മാന്യന്മാരായ മനുഷ്യരെപ്പോലെ പ്രാർത്ഥിക്കാമെന്നും ആണയിട്ടു. ഉച്ച കഴിഞ്ഞ നേരം മോശ അയാളെ പലതരം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ഒടുവിൽ സന്തുഷ്ടനായ അദ്ദേഹം തന്റെ വഴിയെ മടങ്ങിപ്പോയി. പക്ഷേ അന്നു രാത്രി മോശ ഒരു സ്വരം കേട്ടു. അത് ദൈവത്തിന്റേതായിരുന്നു. ഓ മോശ, നീ എന്താണ് ചെയ്തത്? ആ പാവം ആട്ടിടയനെ നീ ശകാരിച്ചു. അവൻ എനിക്ക് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അവൻ ശരിയായ കാര്യങ്ങൾ ശരിയായ മാർഗത്തിലായിരിക്കില്ല ചെയ്തത്. പക്ഷേ അവന് ആത്മാർത്ഥതയുണ്ട്. അവന്റെ ഹൃദയം ശുദ്ധവും ഉദ്ദേശ്യങ്ങൾ നല്ലതുമാണ്. ഞാൻ അവനിൽ സംതൃപ്തനാണ്. അവന്റെ വാക്കുകൾ നിന്റെ കാതുകൾക്ക് ദൈവനിന്ദയായിരിക്കാം, പക്ഷേ എന്റെ കാതുകൾക്ക് അവ മാധുര്യമാർന്ന ദൈവനിന്ദയാണ്. തനിക്ക് പിഴച്ചതായി മോശയ്ക്ക് വേഗം മനസ്സിലായി. പിറ്റേന്ന് അതിരാവിലെ ആട്ടിടയനെ തിരഞ്ഞ് മോശ പർവ്വതത്തിലേക്ക് തിരിച്ചു. അയാളെ കണ്ടെത്തി. ആട്ടിടയൻ പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ഇത്തവണ അയാൾ മോശ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു. പ്രാർത്ഥന ശരിയായി ചൊല്ലാനുള്ള നിശ്ചയത്തിൽ അയാൾ വിക്കുകയും ഇടറുകയും ചെയ്തു. ആദ്യ പ്രാർത്ഥനയിലേതുപോലെ വികാരവിക്ഷോഭമോ ആവേശമോ ഇല്ലാതെ. താൻ അയാളോട് ചെയ്തതോർത്ത് ഖേദം പൂണ്ട മോശ ആട്ടിടയന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു. എന്റെ സുഹൃത്തേ, എനിക്കു തെറ്റുപറ്റി. എന്നോട് പൊറുക്കുക. നിങ്ങളുടേതായ രീതിയിൽ തുടർന്നും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതാണ് വിലപിടിപ്പേറിയത്. ഇതുകേട്ട് ആട്ടിടയൻ അമ്പരന്നു പോയെങ്കിലും അയാൾക്കുണ്ടായ ആശ്വാസം അതിലേറെയായിരുന്നു. തന്റെ ആദ്യ പ്രാർത്ഥനാ രീതിയിലേക്ക് മടങ്ങാൻ അയാൾക്ക് താൽപര്യമുണ്ടായിരുന്നില്ല. മോശ പഠിപ്പിച്ച പ്രാർത്ഥനകളിലും അയാൾ നിന്നില്ല. ദൈവവുമായി സംസാരിക്കാൻ അയാൾ പുതിയൊരു വഴി കണ്ടെത്തിയിരുന്നു. നിഷ്കളങ്കമായ ഉപാസനയാൽ അനുഗ്രഹീതനും സംതൃപ്തനുമായ അയാൾ ആ ഘട്ടവും കടന്നുപോയി, അയാളുടെ മധുരമാർന്ന ദൈവനിന്ദകളുടെയും അപ്പുറത്തേക്ക്. അതുകൊണ്ട് മറ്റു മനുഷ്യർ ദൈവവുമായി ബന്ധപ്പെടുന്ന മാർഗങ്ങളെ വിധിക്കാൻ നിങ്ങൾ പുറപ്പെടരുത്, ഷംസ് പറഞ്ഞു നിർത്തി. ഓരോരുത്തർക്കും അവരുടേതായ വഴികളിലാണ് പ്രാർത്ഥനകൾ. നമ്മുടെ വാക്കിൽ ദൈവം നമ്മെ പിടികൂടില്ല. അവർ നമ്മളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കാണ് നോക്കുക. ചടങ്ങുകളോ ആചാരങ്ങളോ അല്ല വ്യത്യാസമുണ്ടാക്കുന്നത്.
നമ്മുടെ ഹൃദയങ്ങൾ വേണ്ടത്ര ശുദ്ധമാണോ അല്ലയോ എന്നതാണ്. ഞാൻ ജഡ്ജിയുടെ മുഖം പരിശോധിക്കുകയായിരുന്നു. പൂർണ്ണ ആത്മവിശ്വാസത്തിന്റെയും ശാന്തഗാംഭീര്യത്തിന്റെയും മുഖംമൂടിക്കു പിന്നിൽ അയാൾ ശരിക്കും അലോസരപ്പെട്ടത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം സൂക്ഷ്മബുദ്ധിയുള്ള അയാൾക്ക് താൻ അകപ്പെട്ട തന്ത്രപരമായ സന്ദർഭവും മനസ്സിലാക്കാനായി. ആ കഥയോട് പ്രതികരിക്കാൻ നിന്നാൽ അടുത്ത പടിയെന്ന നിലക്ക് ഷംസിന്റെ ധിക്കാരത്തിന് അയാളെ ശിക്ഷിക്കേണ്ടിവരും. അങ്ങനെ വന്നാൽ സ്ഥിതി ഗൗരവമുള്ളതാകും. ഒരു സാധാരണ ദർവീഷ് ഉന്നത ന്യായാധിപനോട് നേരിട്ടു വാദിക്കാൻ തയ്യാറായത് ലോകരറിയും. ഇത് പ്രശ്നമാക്കാൻ തക്ക ഗൗരവമുള്ള ഒന്നല്ലെന്ന നാട്യത്തോടെ വിട്ടുകളയുന്നതാകും നല്ലതെന്നും ജഡ്ജിക്കു തോന്നി. പുറത്ത് സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ആകാശത്തെ പല വർണ്ണത്തിലുള്ള ചായങ്ങൾ പുരട്ടി ഇടയ്ക്കെല്ലാം ഇരുണ്ട മേഘപാളികളെയും തേച്ചുപിടിച്ചുകൊണ്ട്. തനിക്ക് കുറച്ചു തിരക്കിട്ട ജോലികളുണ്ടെന്നും പറഞ്ഞ് വൈകാതെ ജഡ്ജി എഴുന്നേറ്റു. എന്റെ നേരെ നോക്കി ഒന്ന് തലയാട്ടി. തബരീസിലെ ഷംസിനു നേരെ തണുത്ത ഒരു നോട്ടവും എറിഞ്ഞ് അയാളും പരിവാരവും പുറത്തേക്ക് പോയി. ജഡ്ജിക്ക് നിങ്ങളെ അത്ര പിടിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവരും പോയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. മുഖത്തേക്ക് വീണ മുടിയിഴകൾ മെല്ലെ തടവിയൊതുക്കി ഷംസ് പുഞ്ചിരിച്ചു. ഓ, അത് സാരമില്ല. എന്നെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരെ എനിക്ക് ശീലമായി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത ആവേശം തോന്നി. ഞാൻ എത്രയോ കാലം ഈ സത്രത്തിന്റെ ഉടമയായിരുന്നിട്ടും ഇതുപോലൊരു സന്ദർശകൻ മുമ്പൊരിക്കലും വന്നിട്ടില്ലല്ലോ. പറയൂ ദർവീഷ്, അങ്ങയെപ്പോലൊരാൾ ബാഗ്ദാദിലേക്ക് വന്നത് എന്തിനാണ്? ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാൻ എനിക്ക് ജിജ്ഞാസയുണ്ടായിരുന്നു. വിചിത്രമെന്നു പറയട്ടെ, അതോർത്ത് എനിക്ക് ഭയവും തോന്നിയിരുന്നു. എല്ല, നോർത്താംപ്ടൺ, മെയ് 20, 2008. ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്താതിരുന്ന ആ രാത്രി എല്ലയുടെ സ്വപ്നത്തിൽ ബെല്ലി ഡാൻസർമാരും ദർവീഷുകളും നൃത്തമാടി. കയ്യെഴുത്തുപ്രതിയിൽ തലവെച്ചു കിടക്കവേ വഴിയോര സത്രത്തിൽ പരുക്കന്മാരായി കാണപ്പെട്ട യോദ്ധാക്കൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവൾ കണ്ടു. അവരുടെ പാത്രങ്ങൾ രുചികരമായ ഭക്ഷണവിഭവങ്ങളാൽ നിറഞ്ഞിരുന്നു. പിന്നെ അവൾ അവളെത്തന്നെയും കണ്ടു. ഏതോ അന്യരാജ്യത്തെ കോട്ടകൾക്കടുത്ത് തിരക്കേറിയ വാണിഭത്തെരുവിൽ അവൾ ആരെയോ തിരഞ്ഞു നടക്കുകയായിരുന്നു. അവൾക്ക് കേൾക്കാനാവാത്ത ഏതോ ഈണത്തിനൊത്ത് നൃത്തം ചെയ്യുന്നവരെപ്പോലെയാണ് അവൾക്ക് ചുറ്റും മനുഷ്യർ മെല്ലെ ചലിച്ചുകൊണ്ടിരുന്നത്. എന്തോ ചോദിക്കാനായി നീണ്ട മീശയുള്ള ഒരു തടിയനെ അവൾ തടഞ്ഞു നിർത്തി. എന്തായിരുന്നു അതെന്ന് അവൾക്ക് ഓർമ്മിക്കാനായില്ല. അവളുടെ മുഖത്തേക്ക് ശൂന്യമായ നോട്ടമയച്ച ശേഷം അയാൾ മുടന്തിക്കൊണ്ട് കടന്നുപോയി. ഒരാളും അവളോട് പ്രതികരിച്ചില്ല. ആദ്യം അവൾ വിചാരിച്ചത് അവരുടെ ഭാഷ തനിക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നാണ്. പിന്നെ അവൾ തന്റെ വായിൽ കൈവച്ചു നോക്കിയപ്പോഴാണ് തന്റെ നാവ് മുറിച്ചുകളഞ്ഞതായി തിരിച്ചറിഞ്ഞത്. ഏറുന്ന ഭയത്തോടെ തന്റെ മുഖം നോക്കാൻ താനിപ്പോഴും പഴയ വ്യക്തി തന്നെയാണോ എന്നറിയാൻ ഒരു കണ്ണാടിക്കായി അവൾ അലഞ്ഞു. എന്നാൽ അപ്പോൾ ആ തെരുവിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. അവൾ കരയാൻ തുടങ്ങി. അസ്വാസ്ഥ്യജനകമായ ഒരു ഒച്ച കേട്ടാണ് അവൾ ഉണർന്നത്, തനിക്ക് നാവുണ്ടോ എന്നറിയാതെ. കണ്ണുകൾ തുറന്നപ്പോൾ എല്ല കണ്ടത് തന്റെ നായ സ്പിരിറ്റ് പിൻവാതിലിൽ പരിഭ്രാന്തനായി മാന്തിക്കൊണ്ടിരിക്കുന്നതാണ്. നായയെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തക്കവിധം ഏതെങ്കിലും ജീവി പോർച്ചിൽ കയറിയിട്ടുണ്ടാകും. ആ അണ്ണാനായിരിക്കും. അതിനെ കണ്ടാൽ മതി സ്പിരിറ്റിനു പിടിവിടും. കഴിഞ്ഞ മഞ്ഞുകാലത്ത് അതുമായി അനവസരത്തിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ ഓർമ്മ അവനിൽ നിന്ന് പോകാറായിട്ടില്ല. ഭിത്തിയിലെ ഘടികാരത്തിലേക്ക് എല്ലയുടെ നോട്ടം ചെന്നു. പുലർച്ചെ 3:30 ഇനിയും ഡേവിഡ് തിരിച്ചെത്തിയിട്ടില്ല. ചിലപ്പോൾ ഇനി അയാൾ വരില്ലായിരിക്കും. ഷനറ്റും ഇതേവരെ തിരിച്ചു വിളിച്ചിട്ടില്ല. അവളും ഇനി വരില്ലായിരിക്കും. ചീത്ത വിചാരം കൊണ്ടാകാം അവളും ഇനി വരില്ലായിരിക്കുമെന്ന് എല്ലയ്ക്ക് തോന്നിയത്. ഭർത്താവിനാലും മകളാലും ഉപേക്ഷിക്കപ്പെട്ടുവെന്ന ആധിയാൽ അവൾ ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തേക്ക് ഏതാനും മിനിറ്റുകൾ നോക്കി നിന്നു. ചെറി വാനില ഐസ്ക്രീം ഉണ്ടാക്കാനായി ഒരു മോഹം തോന്നിയെങ്കിലും തടിവെക്കുമെന്ന വിചാരം അത് തടഞ്ഞു. അവൾ മനസ്സില്ലാ മനസ്സോടെ ഫ്രിഡ്ജിനു മുന്നിൽ നിന്ന് ഒരു ചുവട് പുറകോട്ട് മാറി വാതിൽ വലിച്ചടച്ചു, ആവശ്യത്തിലേറെ ശക്തിയോടെ. പിന്നെ ചുവന്ന വീഞ്ഞിന്റെ ഒരു കുപ്പിയെടുത്ത് തുറന്ന് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു. നേർത്തതും സുഖകരവുമായ നല്ല വീഞ്ഞ്. അതിന്റെ ചവർപ്പ് കലർന്ന മധുരം അവൾക്കിഷ്ടമായിരുന്നു. രണ്ടാമത്തെ ഗ്ലാസ് ഒഴിക്കാനായി തുടങ്ങുമ്പോഴാണ് താൻ തുറന്നത് ഡേവിഡ് വാങ്ങിയ ബോർഡോ ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നിയത്. അവൾ ലേബൽ പരിശോധിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൾ ആ കുപ്പിയിലേക്ക് നോക്കി നെറ്റിച്ചുളിച്ചു. അവൾക്ക് വല്ലാത്ത ക്ഷീണവും ഉറക്കവും ഉണ്ടായിരുന്നു.
ഒന്നും വായിക്കാൻ പറ്റാത്തതിനാൽ ഇമെയിൽ നോക്കാമെന്ന് വിചാരിച്ചു. അരഡസനോളം ജങ്ക് മെയിലുകൾക്കിടയിൽ കൈയെഴുത്ത് പ്രതി വായന എങ്ങനെ പോകുന്നുവെന്ന ചോദ്യത്തോടെ മിഷേലിന്റെ ഇമെയിലും അസീസ് സെറ്റ് നിന്നുള്ള ഒരു മെയിലും അവൾ കണ്ടു. പ്രിയപ്പെട്ട എല്ലാ, എനിക്കങ്ങനെ വിളിക്കാമെങ്കിൽ. മോമോസ് ജനാങ്കോ എന്ന ഗ്വാട്ടിമാലയിലെ ഒരു ഗ്രാമത്തിലാണ് നിന്റെ ഇമെയിൽ ഞാൻ കണ്ടത്. മായൻ കലണ്ടർ ഇപ്പോഴും ഉപയോഗിക്കുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണിവിടം. ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിന് എതിർവശത്ത് ഒരു മോഹമരമുണ്ട്. പല നിറത്തിലും രൂപത്തിലുമുള്ള തുണിക്കഷണങ്ങൾ തൂങ്ങുന്ന ഒരു മോഹമരം. അവർ അതിനെ വിളിക്കുക ഹൃദയം തകർന്നവരുടെ മരം എന്നാണ്. ഹൃദയം തകർന്നവർ ഒരു കടലാസിൽ അവരുടെ പേരെഴുതി മരശിലയിൽ കെട്ടിയിടും, അവരുടെ ഹൃദയം വേഗം ഭേദമാകണമെന്ന പ്രാർത്ഥനയോടെ. ഇത് ധിക്കാരമായി നീ കാണില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. നിന്റെ ഇമെയിൽ വായിച്ച ശേഷം ഞാൻ മോഹമരത്തിനടുത്തേക്ക് പോയി നിനക്കും മകൾക്കും ഇടയിലെ തെറ്റിദ്ധാരണകൾ മാറാനായി പ്രാർത്ഥിച്ചു. ഒരു തരിയാലും സ്നേഹം മനസ്സിലാക്കപ്പെടാതെ പോകാൻ അനുവദിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഭൂമി പറഞ്ഞതുപോലെ സ്നേഹമാണ് ജീവന്റെ ജലം. എന്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ കാര്യങ്ങൾ